ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ ഈശോ നമ്മോട് ഇപ്രകാരം പറയുകയാണ്: ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ വാക്യങ്ങളിൽ രണ്ട് വിരുദ്ധ വിപരീത ശക്തികളെക്കുറിച്ച് ഈശോ നമ്മോട് സംസാരിക്കുകയും, ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും ഈ ലോകത്തിലേക്കും ഈ ലോകത്തിൻ്റേതായ വ്യവസ്ഥിതികളിലേക്കും വ്യവഹാരങ്ങളിലേക്കും വാർത്തകളിലേക്കും വിവരങ്ങളിലേക്കും വിവരണങ്ങളിലേക്കും ഒക്കെ നാം നോക്കുമ്പോൾ ഇന്ന് ഒരുപാട് മനുഷ്യരെയും ഒരുപാട് മാനുഷികമായ വ്യവസ്ഥിതികളെയും സംവിധാനങ്ങളെയും ഉപകരണങ്ങളെയും സൗകര്യങ്ങളെയും ഒക്കെ പിശാച് കൈയടക്കി വച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ഇന്ന് മനുഷ്യൻ അഥവാ ബഹുഭൂരിപക്ഷം മനുഷ്യർ ആസ്വദിക്കുന്നതായ ആസ്വാദന മേഖലകൾ, സിനിമയും മറ്റ് പരിപാടികളുമൊക്കെ തിന്മയുടേതായ, പൈശാചികതയുടേതായ, അക്രമത്തിൻ്റേതായ, ജഡികതയുടേതായ സംഗതികളെ പ്രോത്സാഹിപ്പിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രചരിപ്പിക്കുവാനും വേണ്ടി ഉള്ളതാണ് എന്ന്, വെറുപ്പും വൈരാഗ്യവും അക്രമവും ഒക്കെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉള്ളതാണ് എന്ന്, ലഹരിയെയും ജഡികതയെയും അശ്ലീലതയെയും ഒക്കെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉള്ളതാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. അഥവാ ലോകത്തിൽ ദൈവവചനവും ദൈവരാജ്യവും പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടി മനുഷ്യൻ്റെ ബുദ്ധിയിൽ ദൈവം വെളിപ്പെടുത്തിയ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉപകരണങ്ങളുമെല്ലാം ഇന്ന് പിശാച് തിന്മയുടെ പ്രചരണത്തിന് വേണ്ടി, പാപത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുവെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവുകയാണ്. എന്നാൽ സ്നേഹമുള്ളവരെ, ഈശോ പറയുകയാണ്, ഈ തിന്മയുടെ ശക്തികൾ ഇന്ന് കാവൽ നിന്ന് സ്വന്തമാക്കി വിനിയോഗിക്കുന്ന ആയുധങ്ങളും ആ ആയുധങ്ങൾ കൊണ്ട് അവർ സ്വന്തമാക്കിയിരിക്കുന്ന കൊട്ടാര സമുച്ചയങ്ങളുമൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ കൂടുതൽ ശക്തനായവന് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈശോയോട് ഐക്യപ്പെടുന്ന ഓരോ വ്യക്തിയും കൂടുതൽ ശക്തിയുള്ളവന്. കാരണം ദൈവം സർവശക്തനാണ്. ദൈവത്തിൻ്റെ ശക്തിക്ക് പരിധിയില്ല, ദൈവത്തിൻ്റെ ശക്തിക്ക് പരിമിതിയില്ല. എത്ര വട്ടമാ ബൈബിളിൽ, പുതിയ നിയമത്തിൽ, സുവിശേഷങ്ങളിൽ തന്നെ ഈശോ നമ്മോട് പറയുന്നത്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം സർവശക്തനാണ്. ദൈവത്തിൻ്റെ ശക്തിക്ക് പരിമിതിയില്ല, ദൈവത്തിൻ്റെ സാധ്യതകൾക്ക് പരിമിതിയില്ല. സ്നേഹമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ ശക്തിയെ സ്വന്തം ശക്തിയാക്കി മാറ്റുന്ന, ദൈവത്തോട് തന്നെ ഐക്യപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിക്കും കൂടുതൽ ശക്തനാകാൻ സാധിക്കും. അതുകൊണ്ട്
അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും. അത് ലോകത്തിന് വിഭാവനം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ശക്തിയല്ല. ലോകത്തിൻ്റെ എല്ലാ ചിന്തകൾക്കും ലോകത്തിൻ്റെ എല്ലാ സാധ്യതകൾക്കും അതീതമായ ഒരു ശക്തി. സ്നേഹമുള്ളവരെ, പൗരാണിക കാലം മുതൽക്ക് സമകാലിക കാലം വരെയുള്ള തിരുസഭയിലെ വിശുദ്ധാത്മാക്കളുടെയൊക്കെ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് ലോകത്തിന് വിഭാവനം ചെയ്യാവുന്ന ഒരു ശക്തിയെക്കുറിച്ചല്ല. ലോകത്തിന് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത ശക്തിയെക്കുറിച്ച ദൈവത്തിൻ്റെ വചനവും സഭയുടെ പാരമ്പര്യവും തിരുസഭയുടെ ചരിത്രവുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയത് കൊണ്ട് അവർക്കൊക്കെ അപ്രകാരം ആകുവാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തും. ആരെല്ലാം ദൈവത്തിന് സ്വയം സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവോ അവരെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തും. ഇത് ദൈവവചനത്തിലെ വാഗ്ദാനമാണ്. ഇത് ദൈവവചനത്തിലെ ഉറപ്പുള്ള വാഗ്ദാനമാണ്. ആരെല്ലാം തൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കുന്നുവോ അവരെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. അങ്ങനെ ശക്തിപ്പെടുത്തുമ്പോൾ നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൻ്റെ അതാത് വ്യക്തികളുടെ ജീവിത സാഹചര്യത്തിൽ പ്രവാചകരായി മാറുന്നത് എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. ഈ അവളെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അവളെന്ന് പറയുന്ന ആ വ്യക്തിയെ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവായിട്ട്. വിശുദ്ധ എഫ്രേമും വിശുദ്ധ അഫ്രഹാത്തും പോലെയുള്ള പൗരാണിക കാലഘട്ടത്തിലെ പൗരസ്ത്യ ദേശത്തെ സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മാവിനെ അവളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ അവളെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് അവരൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. പരിശുദ്ധാത്മാവിന് സാധ്യമാണ്, സകലതും സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. സ്വയം മാറാതെ, സ്വയം മാറ്റത്തിന് വിട്ടുകൊടുക്കാതെ അവൾ സകലതിനെയും നവീകരിക്കുന്നു. സകലതിനെയും നവീകരിക്കുവാൻ, സകലതിനെയും പുതിയതാക്കാൻ ഈ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. മാത്രമല്ല, ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധമായ ചേതനകളിൽ, ആത്മാവിൽ, ബുദ്ധിയിൽ, വ്യക്തികളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കി മാറ്റുന്നു. ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റുകയും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തെ വിശുദ്ധിയുള്ളതാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നീ സമർപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തി നിന്നെ ദൈവമിത്രമാക്കി ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ജീവിതമാക്കി സകലതിനെയും നവീകരിക്കുവാൻ ശേഷിയുള്ള ദൈവവചനത്തിൻ്റെ വക്താവാക്കി നിന്നെ മാറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം ഈ കാലഘട്ടത്തിലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നിനക്ക് ഉറപ്പ് തരികയാണ്.
നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. നിന്റെ ജീവിതത്തെ വിശുദ്ധിയുള്ളതാക്കി പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. വിശുദ്ധിയുള്ള നിന്റെ ജീവിതം, വിശുദ്ധിയുള്ള നിന്റെ ജീവിതം നീ പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ജീവിതമാക്കി സകലതിനെയും നവീകരിക്കുവാൻ ശേഷിയുള്ള ദൈവവചനം നിന്റെ അധരത്തിൽ വെച്ച് തരും. അതാണ് നമ്മൾ വായിക്കുന്നത്. ജെറമിയ പ്രവാചകനോട് ജെറമിയയുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നില്ലേ, ജെറമിയായോട് വചനം പറയുന്നത്, കർത്താവ് എന്നോട് അരുൾ ചെയ്തു. ജെറമിയ പറയുകയാണ്, കർത്താവ് എന്നോട് അരുൾ ചെയ്തു. 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. വിശുദ്ധിയുടെ അനന്തരഫലമ പ്രവാചകത്വമെന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയും, സ്വകാര്യ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ വിശുദ്ധിയുടെ മുകളിലെ പ്രവാചകത്വം എന്ന ശ്രേഷ്ഠത പണിയപ്പെടുന്നുള്ളൂ. വ്യക്തിപരമായ ജീവിത വിശുദ്ധിയുടെ മേലാണ് പ്രവാചകത്വം കൂട്ടിച്ചേർക്കപ്പെടുക. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലന, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവിനോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് നീ സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട. എന്നിട്ട് പറയുകയും, അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ കേവലം ബാലന, എനിക്ക് സംസാരിക്കാൻ പാടവമില്ല. അവൻ ഏറ്റുപറഞ്ഞതിൻ്റെ ബലഹീനതയെ തന്നെ കർത്താവ് തൊടുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ പരിതസ്ഥിതിയിൽ നിന്റെ ഇല്ലായ്മകളും കുറവുകളും നീ കർത്താവിന് മുമ്പിൽ ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ നിന്റെ കുറവിനെ തന്നെ അവിടുന്ന് നിറവാക്കി മാറ്റുകയാണ്. നിന്റെ ബലഹീനമായ ജീവിത അവസ്ഥയെ തന്നെ അവിടുന്ന് ബലപ്പെടുത്തുകയാണ്. അധരത്തിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വചനം ഞാൻ നിക്ഷേപിക്കുന്നു. ഇടിച്ചു തകർക്കാൻ, പിഴുതെറിയാൻ, നശിപ്പിക്കാൻ, തകിടം മറിക്കാൻ, പണിതുയർത്താൻ, നട്ടുവളർത്താൻ. ഇതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. സർവശക്തമായ ദൈവത്തിൻ്റെ വചനം സൃഷ്ടിയുടെ ആരംഭം മുതൽ പരിത്രാണത്തിൻ്റെ പരമകാഷ്ഠ വരെ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ക്രിയാത്മകമായ വചനം. ആ വചനം അധരത്തിൽ വെച്ചു കൊടുക്കുകയാണ്. കാരണം ഈശോ പറഞ്ഞു, എൻ്റെ വചനം നിന്നെ വിശുദ്ധീകരിക്കും, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്, എൻ്റെ വചനം ഇടിച്ചു തകർക്കും, എൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, എൻ്റെ വചനം വിശുദ്ധീകരിക്കുവാൻ ശേഷിയുള്ളതാണ്, എൻ്റെ വചനം സുഖപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ്, എൻ്റെ വചനം അഗ്നി പോലെയാണ്, പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. വചനം ശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഉള്ളടങ്ങിയിട്ടുണ്ട്. ആ വചനം പരിശുദ്ധാത്മാവ് വിശുദ്ധിയോടെ സ്വയം സമർപ്പിക്കുന്ന ഓരോ വ്യക്തിയുടെയും അധരത്തിലേക്കും ഹൃദയത്തിലേക്കും വെച്ചു തരികയാണ്. അങ്ങനെ അവൻ കൂടുതൽ ശക്തനായി മാറുകയാണ്.
അങ്ങനെ കൂടുതൽ ശക്തനായ അവന് സാധിക്കും. വചനം പറയുക, എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ദൈവവചനത്തിന് ഇപ്പോൾ കാതോർക്കുന്ന ഓരോ ദൈവപൈതലിനോടും ഈശോ ആവശ്യപ്പെടുന്നത്, നീയും പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്താൽ കൂടുതൽ ശക്തി ആർജിച്ച് ഇന്ന് തിന്മ കൈവശം വച്ചിരിക്കുന്ന ആയുധങ്ങളെയെല്ലാം തിന്മയുടെ കോട്ടയിൽ ആക്രമമഴിച്ചു വിട്ട് തിന്മയുടെ കയ്യിൽ നിന്ന് നീ പിടിച്ചടക്കണമെന്ന്. വിട്ടുകൊടുക്കരുത് എന്ന്. ഇന്ന് തിന്മ ആത്മാക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി, വ്യക്തികളെ പാപത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ മാർഗങ്ങളും മാധ്യമങ്ങളും നാളെ ദൈവവചനം പ്രഘോഷിക്കപ്പെടുവാൻ വിനിയോഗിക്കപ്പെടേണ്ടതിന് ദൈവം സ്വന്തമാക്കണം. അഥവാ ദൈവപൈതലുകൾ, ദൈവമക്കള് ദൈവത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഊർജം കൊണ്ട് പിശാചന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ദൈവരാജ്യത്തിൻ്റെ ഉപകരണങ്ങളാക്കി, ദൈവരാജ്യത്തിൻ്റെ മാർഗങ്ങളാക്കി, ദൈവരാജ്യത്തിൻ്റെ മാധ്യമങ്ങളാക്കി അവയെ മാറ്റണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ശക്തിയെ സ്വന്തം ശക്തിയാക്കി മാറ്റുന്നവനാ കൂടുതൽ ശക്തനായി മാറുന്നത്. ദൈവം നൽകുന്ന, ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്ന ഓരോ വ്യക്തിയുമാ കൂടുതൽ ശക്തനായി മാറുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവവചനത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കുന്നവനാ കൂടുതൽ ശക്തനായി മാറുന്നത്. അങ്ങനെ ആ കൂടുതൽ ശക്തിയോടുകൂടി ദൈവരാജ്യത്തിൻ്റെ പടയാളികളായി പൈശാചിക ലോകത്തെ ആക്രമിക്കുന്ന വ്യക്തികളായി മാറുവാൻ ആഗ്രഹിക്കുന്ന, വിശുദ്ധിയോടെ ജീവിതത്തെ അതിനുവേണ്ടി സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മുമ്പിലുള്ള വഴി എന്താണെന്നും വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രാർത്ഥനയുടെ വഴി. കാരണം ഏതെല്ലാം വ്യക്തികളാണോ പ്രാർത്ഥനയിലൂടെ തന്നെ ഈശോയോട് ഐക്യപ്പെടുത്തുന്നത്, അവരിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുന്നത്. നാം വായിക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 24-ാമത്തെ അധ്യായത്തിൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉന്നതത്തിനുള്ള ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്. ഉന്നതത്തിനുള്ള ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്. എന്താ അതിൻ്റെ അർത്ഥം? ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിനുള്ള ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ വേണ്ടി നീ പ്രാർത്ഥനയിൽ കാത്തിരിക്കണം. അത് തന്നെയാ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലന്മാർ നടപടി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലും ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കണം. പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കണം. അങ്ങനെ പ്രാർത്ഥനയിലൂടെ സ്വന്തമാകുന്ന ശക്തിയാണ് തിന്മയുടെ സാമ്രാജ്യങ്ങളിൽ അന്തഃഛിദ്രം സൃഷ്ടിക്കുന്നത് എന്ന്. പിശാച് കൈയടക്കി വെച്ചിരിക്കുന്ന വ്യക്തികളെ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുവാൻ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്ന് തിരുസഭയുടെ ആദിമ ചരിത്രം മുതൽ സമകാലിക കാലം വരെയുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന കൊണ്ട് മാത്രം വീണ്ടെടുക്കപ്പെട്ട എത്രയോ വലിയ വിശുദ്ധരുണ്ട്.
എത്രയോ വലിയ വിശുദ്ധരുണ്ട്. എല്ലാ തരത്തിലുമുള്ള ചങ്ങലകളെ പൊട്ടിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്ന് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം മുതൽ നമുക്ക് സഭയുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. പത്രോസും കൂട്ടരും തടവറയിലായിരുന്നപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ട് ദൈവദൂതൻ തടവറയിൽ ചെന്ന് അവരെ എടുത്തുകൊണ്ടുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കാത്തിരുന്ന ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുന്ന വിസ്മയിപ്പിക്കുന്ന രംഗം നമുക്കറിയാം. സാവൂളിന് വേണ്ടി ഉള്ള പ്രാർത്ഥന നടപടി പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സാവൂളിൻ്റെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ആദിമസഭയുടെ പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ മാനസാന്തരപ്പെട്ട എത്രയോ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിലും സാധിക്കും. പ്രാർത്ഥനയിലൂടെ ഇന്ന് തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും, ഒരുപക്ഷെ അത് ഏത് തരത്തിൽ, ഏത് മേഖലയിൽ, ഏതൊക്കെ രീതികളിൽ ഇന്ന് തിന്മയ്ക്ക് വേണ്ടി സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ എണ്ണം പറഞ്ഞ് പ്രാർത്ഥിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ത്യാഗത്തോടുകൂടി വേദനയോടുകൂടി പ്രാർത്ഥിച്ച് അവരെയെല്ലാം ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരും വക്താക്കളുമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. കൂടുതൽ ശക്തനായവൻ ആക്രമിച്ചാൽ തിന്മ കൈവശപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നന്മയുടേതായി മാറും. ദൈവരാജ്യത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം സ്വന്തമാക്കണമെന്ന് മാത്രം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വന്തമാക്കി തിന്മയുടെ കോട്ടക്കൊത്തളങ്ങളിൽ ആക്രമം അഴിച്ചു വിടുന്ന ദൈവരാജ്യത്തിൻ്റെ വീരപടയാളികളായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുള്ള നിൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാൻ തയ്യാറായാൽ മാത്രം മതി. സ്നേഹമുള്ളവരെ, ഇത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമായത്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെറിയവൻ പോലും എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഈശോ നടത്തിയ സമർപ്പണത്തോട്, കാൽവരി മലമുകളിൽ ഈശോ നടത്തിയ സമർപ്പണത്തോട് നിന്റെ ജീവിതത്തെ ചേർത്ത് വെക്കുവാൻ, അങ്ങനെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ത്യാഗങ്ങളും വേദനകളും സഹനങ്ങളും അകമ്പടി സേവിക്കുന്ന പ്രാർത്ഥനയിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആത്മാക്കളെ ലോകമെമ്പാടും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, മാനസാന്തരത്തിലേക്ക് വിളിക്കുവാൻ, ദൈവരാജ്യത്തിൽ അണിചേരുവാൻ, കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രാർത്ഥന നമ്മെ അതിനെ ശക്തിപ്പെടുത്തും. അങ്ങനെ കൂടുതൽ ശക്തിയുള്ളവരായി, കൂടുതൽ ശക്തമായ പ്രാർത്ഥനയിലൂടെ, കൂടുതൽ ശക്തമായ പ്രഘോഷണത്തിലൂടെ നമുക്ക് ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.